അഡ്വക്കേറ്റ് വി കെ സജീവനിലേക്ക്. ശ്രീ വി കെ സജീവൻ, PSC കോഴ ആരോപണത്തിന്മേൽ ഇന്ന് CPM ജില്ലാ കമ്മിറ്റി ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. അതായത് മാധ്യമങ്ങളും പാർട്ടി ശത്രുക്കളും ചേർന്ന് പടച്ചുവിടുന്നതാണെല്ലാം, അതൊക്കെ ജനങ്ങൾക്ക് കൃത്യമായി അറിയാം എന്ന്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വാർത്തകളിൽ സജീവമാണ് പ്രമോദ് കോട്ടൂളി എന്ന പേരും PSC കോഴ വിവാദവും. PSC കോഴ വിവാദത്തിന് പിന്നിൽ എന്തെന്നാണ് BJPയുടെ വിലയിരുത്തൽ? ഒന്ന്, ഈ വിവാദം പുറത്തു വന്ന് ഏതാണ്ട് 5 ദിവസത്തോളം CPMൻ്റെ ജില്ലാ നേതാക്കൾ ഇതേ കാര്യം തന്നെയായിരുന്നു ആവർത്തിച്ചു കൊണ്ടിരുന്നത്. ഞങ്ങൾക്കിതിനെക്കുറിച്ച് അറിവില്ല, ഞങ്ങൾക്കതിനെക്കുറിച്ച് യാതൊരുവിധ പരാതിയും ലഭിച്ചിട്ടില്ല, ഇങ്ങനെയൊരു സംഭവമേ നടന്നിട്ടില്ല എന്ന് വരുത്തി തീർക്കാനായിരുന്നു CPMൻ്റെ ജില്ലാ നേതാക്കന്മാർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഏറ്റവും ഒടുവിൽ ഈ ആരോപണ വിധേയനായിട്ടുള്ള പ്രമോദ് കോട്ടൂളിയെ പുറത്താക്കിയതോടുകൂടി ഇങ്ങനെയൊരു വിഷയമുണ്ട് എന്നും അത് പാർട്ടി ചർച്ച ചെയ്യുന്നുണ്ട് എന്നും പൊതുജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല, പ്രമോദ് കോട്ടൂളി ആ ദിവസം തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഉടനെ തന്നെ അദ്ദേഹം തൻ്റെ അമ്മയെയും മകനെയും കൂട്ടി ആരാണോ പരാതി നൽകിയിരിക്കുന്നത് ആ പരാതി നൽകിയ ഡോക്ടർ ദമ്പതിമാരുടെ വീട്ടുപടിക്കൽ പോയി കുത്തിയിരിക്കുന്നത് നമ്മൾ ലോകം മുഴുവൻ കണ്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇനി CPM അങ്ങനെ ഒരു വിവാദം ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഒരു ആരോപണം ഉണ്ടായിരുന്നില്ല, മാധ്യമങ്ങൾ പടച്ചുവിടുന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അരിയാഹാരം കഴിക്കുന്ന ആർക്കും അത് വിശ്വസിക്കാൻ വേണ്ടി സാധിക്കില്ല. കോഴിക്കോട്ടെ CPM അകപ്പെട്ടിരിക്കുന്നത് വലിയ ഒരു നാണക്കേടിലാണ്. കോഴിക്കോട് മാത്രമല്ല, ഇത് സംസ്ഥാന CPMൻ്റെ ഒരു വലിയ പ്രശ്നമാണ്. കാരണം ഭരണഘടനാ സ്ഥാപനത്തിലെ അംഗത്വം നിശ്ചയിക്കുന്നതിന്, അത് മന്ത്രിസഭ നിശ്ചയിക്കേണ്ട ഒരു കാര്യത്തിന് കോഴിക്കോട് നിന്ന് ഒരാളോട് 60 ലക്ഷം കരാറാക്കി 22 ലക്ഷം രൂപ മേടിച്ചു എന്നുള്ളതാണല്ലോ ഈ വിവാദം. തീർച്ചയായിട്ടും CPMനെ അത് വല്ലാതെ നാണക്കേടുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കുതന്ത്രങ്ങളാണ് ഇപ്പോൾ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഒരു അദൃശ്യനായിട്ടുള്ള ഒരു BJPക്കാരനെ കൊണ്ടുവരാൻ വേണ്ടി നോക്കി അതിനകത്ത് 2 ദിവസം അതിനു വേണ്ടി വാദിച്ചു. മാധ്യമങ്ങളോട് മുഴുവൻ നമ്മൾ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ ഞങ്ങളെല്ലാവരും വെല്ലുവിളിച്ചു. ആ മുഖം വെളിപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു. ഒടുവിൽ മാധ്യമ പ്രവർത്തകന്മാരെല്ലാവരും പറയുന്നത് CPM കൊടുത്ത വാർത്തയാണ് എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ PSC കോഴ ആരോപണത്തിൽ അന്വേഷണം നടത്തേണ്ടത് CPM ആണോ അല്ലെങ്കിൽ വ്യവസ്ഥാപിതമായിട്ടുള്ള ഏജൻസികളാണോ എന്നുള്ള ചോദ്യമാണ് ജനങ്ങൾക്കിടയിൽ നിന്ന് ഉയരുന്നത്. കാരണം PSC പോലുള്ള ഒരു ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യത നശിക്കുന്ന, വിശ്വാസ്യത തകർക്കുന്ന, അല്ലെങ്കിൽ ആ PSC അംഗത്വം വിൽപ്പനച്ചരക്കാക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. തീർച്ചയായും ആ PSCയുടെ വിശ്വാസ്യത തിരിച്ചുപിടിക്കാൻ വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു അന്വേഷണം ആവശ്യമാണ്, സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം ആവശ്യമാണ്. ആ അന്വേഷണം നടത്താതെ പാർട്ടി എത്തുന്ന എല്ലാ അതിൻ്റെ അവസാന ഇതിലേക്കും, കാരണം ഇത് ചൈനയല്ല, ഉത്തര കൊറിയയല്ല, ഇവിടെ പാർട്ടിയല്ല അവസാനത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇത് ജനാധിപത്യ സംവിധാനം പുലരുന്ന ഒരു നാടാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും എന്തുകൊണ്ട് വ്യവസ്ഥാപിതമായിട്ടുള്ള അന്വേഷണം നടക്കുന്നില്ല എന്നുള്ള ജനങ്ങളുടെ കാതലായിട്ടുള്ള ചോദ്യത്തിൽ നിന്ന് ഒളിച്ചോടാനാണ് CPMൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് ഇന്ന് ഒരു പത്രക്കുറിപ്പ് ഇറക്കിയത്.